അങ്ങനെ പോയി നമ്മൾ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലെത്തിയിരിക്കുകയാണ്. മോശമല്ലാത്തൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം 20 മിനിറ്റോളം ക്യൂ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബസ് വരുന്നുണ്ട്. ബസ്സിൽ കയറി പല സ്ഥലങ്ങളിലായിട്ടാണ് സീറ്റ് കിട്ടിയത്. വിച്ചൂസിന് അതിൽ മുന്നിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ബസ്സിൽ നല്ല കാഴ്ചകൾ മനോഹരമാണ്. പുറത്തേക്ക് നോക്കിയാൽ വളരെ താഴത്തിൽ നല്ല നല്ല കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ചെരുപ്പൊക്കെ പുറത്ത് ഊരി വെച്ച് അമ്പലത്തിലേക്ക് നടന്നു. നാല് പാടുമുള്ള കാഴ്ചകൾ മനോഹരമാണ്. കുട്ടികൾ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്ത് പിന്നെ അമ്പലത്തിൽ ചുറ്റും നടക്കാൻ ഇറങ്ങി. ഒരു മരമൊക്കെ ഉണ്ട്, അവിടെ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. എങ്ങോട്ട് നോക്കിയാലും മനോഹരമായ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ബസ്സിൽ കയറി. ബസ് ഇറങ്ങി തിരിച്ച് കാറിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഇനി ഫുഡ് കഴിക്കണം. ഗുണ്ടൽപേട്ടിലൊരു കടയിൽ ഫുഡ് കഴിക്കാൻ കയറി. താലി മീൽസും ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. തിരിച്ച് പോരുന്ന വഴിക്കും ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ പൂപ്പാടങ്ങൾ കാണാം. അങ്ങനെ മുത്തങ്ങ വഴി വരുമ്പോഴുള്ള ബന്ദിപ്പൂർ ടൈഗർ റിസർവിലോട്ട് കയറുകയാണ് വീണ്ടും. ഇവിടെ പ്രത്യേകിച്ച് മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റിയില്ല. ഉച്ച സമയമായതുകൊണ്ടായിരിക്കണം. ഗൂഗിൾ മാപ്പ് കാണിച്ച ഏതൊക്കെ വഴികളിലൂടെയാണ് പോകുന്നത്. വീതി കുറഞ്ഞ റോഡുകളാണെങ്കിലും നല്ല റോഡുകളാണ്. നാടുകാണി ചുരം ഇറങ്ങുമ്പോൾ ചെറിയ രീതിയിൽ മഴ പെയ്തിരുന്നു.